നമ്മുടെ 12 സംസ്ഥാനങ്ങളിൽ ആറ്റം ബോംബ് ഭീഷണിയുണ്ട്. മനസ്സിലായോ സാർ? മനസ്സിലായി. അതായത് കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളില് SIR നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. എന്താണ്? സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി. അതാണ് നടപ്പാക്കാൻ ഇന്റൻസീവ് റിവിഷൻ. അതെ, അത് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോ അതിന്റെ എന്യൂമറേഷൻ ഫോം സ്വീകരിക്കലൊക്കെ നവംബർ 4 മുതൽ തുടങ്ങാണെന്ന് വാർത്ത വരുന്നുണ്ട്. ഡിസംബർ 9 കരട് പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി 7 അന്തിമ പട്ടിക പുറത്തു വരും. ഇപ്പൊ തന്നെ ഇവര് പലരും ഇങ്ങനെ എന്റെ പൊന്നല്ല എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ളത്? സംശയം എന്താ? ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 21 പ്രകാരമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് രജിസ്ട്രേഷൻ ഓഫ് വോട്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം കാലാകാലങ്ങളിലായിട്ട് കുടിയേറി പോകുന്നവരും മരിച്ചുപോയവരും പുതുതായിട്ട് ജനിക്കുന്നവരും ആയിട്ടുള്ള എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്ന വ്യായാമം തന്നെ ഒരു വ്യർത്ഥ വ്യായാമമായി തീരും. അതാണ് ഭരണഘടനയുടെ അടിസ്ഥാനം. അപ്പോൾ അതനുസരിച്ചുള്ള പരിപാടിയാണ്. ഇങ്ങനൊരു പരിപാടി നടക്കുന്നതോടുകൂടി ബീഹാറിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയും എന്നുള്ള ഒരു അങ്കലാപ്പ് കൊണ്ടാണ് പെട്ടെന്ന് രാഹുൽ ഗാന്ധി അവിടെ വോട്ട് ചോരി പര്യടനമൊക്കെ നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒന്ന് വിറപ്പിക്കാനും വിയർപ്പിക്കാനും അതുപോലെ ഭയപ്പെടുത്താനുമുള്ള ഒരു ആസൂത്രിത ശ്രമം നടത്തിയത്. അദ്ദേഹം അവിടുത്തെ എന്തോ അങ്ങ് ഒത്തില്ല വല്ല ഹൈഡ്രജൻ ബോംബ്, ന്യൂക്ലിയർ ബോംബ്, അതുപോലെ ആറ്റമിക് ഫ്യൂഷൻ ബോംബ്, ഫിഷൻ ബോംബ്, ഇങ്ങനെയൊക്കെ പല വാക്കുകളും അദ്ദേഹം ഉച്ചരിക്കുന്നുണ്ട്. പറഞ്ഞതല്ലാതെ ഒന്നും പൊട്ടിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹമാണ് പൊട്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹം നേരെ പോയത് മനപ്രയാസം അടക്കാൻ വേണ്ടിയിട്ട് മലേഷ്യയിൽ തൻ്റെ പെൺ സുഹൃത്തിനോടൊപ്പമാണ്. അത് കഴിഞ്ഞ് അതുകൊണ്ടും തീരാഞ്ഞിട്ട് അദ്ദേഹം കൊളംബിയയിൽ ഡ്രഗ് മാഫിയയുടെ രാജാവായിട്ടുള്ള മകളുടെ അടുത്തേക്കും പോയി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതൊന്നും കൊണ്ട് തീരാഞ്ഞിതാ ഇപ്പം മുസാഫർപൂരിലേക്ക് പോയിരിക്കുകയാണ്. അത് ബീഹാറിലാണ്. തെരഞ്ഞെടുപ്പ് പര്യടനമാണ്. ഇത്രയും നാൾ നിൽക്കണോ പോണോ എന്നുള്ള മട്ടി, അത് കൊളംബിയയ്ക്ക് പോകണോ അതോ മലേഷ്യക്ക് പോകണോ എന്നുള്ള ഒരു ടു ബി ഓർ നോട്ട് ടു ബി. അല്ല, ഇപ്പൊ അദ്ദേഹം കുറച്ച് റിഫ്രഷ്ഡ് ആയി. അപ്പൊ അദ്ദേഹത്തിന് ഇനി അടുത്ത കുറച്ച് പുകിലുണ്ടാക്കണം. അതുകൊണ്ട് പൂർവാധിക ശക്തിയായിട്ട് മുസാഫർപൂരിലേക്ക് പോയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ബോംബുകളാണാവോ പൊട്ടിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. മനസ്സിൽ വിചാരിച്ച എന്താ അറിയോ, ബോംബ് പോട്ടെ, ഒരു ഓലപ്പടക്കമെങ്കിലും കയ്യിലുണ്ടായാലും മതിയായി. തലയ്ക്കകത്ത് താമസം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ പൊട്ടിക്കാനുള്ള കരുത്തുണ്ടാവാൻ പറ്റുകയുള്ളൂ. പക്ഷെ അതൊന്നുമില്ല എന്ന് സ്വയം തെളിയിപ്പിച്ചുകൊണ്ട് വീണ്ടും സെൽഫ് ഗോളുകൾ അടിച്ചുകൊണ്ട് അവരുടെ കുടുംബം മാത്രമുണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഇവിടെങ്ങാനും മുഖ്യമന്ത്രിയാകാനുള്ള ചാൻസ് നോക്കുകയാണ്. കോൺഗ്രസിലെ മിക്കവാറും ഹൈക്കമാൻഡ് അംഗങ്ങൾക്കെല്ലാം ബോധ്യമായി ഇയാളുടെ കീഴിൽ ഇനി ഒരു ഭരണം നമുക്ക് തരാവില്ല എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ട്. പിന്നെ കുറച്ച് ഉപജാപങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കാലക്ഷേപം നടത്തുന്ന ആൾക്കാരാണ് മല്ലികാർജുൻ ഖാർഗെ, പവൻ ഖേര, അതുപോലെ തന്നെ ജയറാം രമേശ്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ അവർക്കറിയാം വ്യർത്ഥമായിട്ടുള്ളൊരു വ്യായാമമാണ്. ഒരു ബോംബും പൊട്ടാൻ പോകുന്നില്ല, എല്ലാം ചീറ്റി പോവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പണ്ട് സ്കൈലാബ് കടലിൽ വീണ പോലെ ഒരു വീഴ്ചയാണ് വീണിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും ഈ പയ്യനെ നേരെയാക്കാനും പറ്റില്ല, കോൺഗ്രസിനെ നേരെയാക്കാനും പറ്റില്ലാത്ത 50 വയസ്സുണ്ട്. പക്ഷേ വയസ്സെന്ന് പറയുന്ന ഒരു നമ്പരാണെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. പ്രായമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേഗത്തിൽ നടക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. അത് 80 വയസ്സുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ യുവാവായിട്ടിരിക്കുന്നത്. 30 വയസ്സുള്ള ആളായിട്ട് വേഗത്തിൽ നടക്കാൻ കഴിവില്ലാതെ തറയിൽ കഴിഞ്ഞാൽ പരസഹായം കൂടാതെ എണീക്കാൻ വയ്യാതെ വന്നാൽ അത് തീർച്ചയായിട്ടും വാർദ്ധക്യമാണ്. ചെറുപ്പത്തിലെ വാർദ്ധക്യം ഉണ്ടാവാം എന്നുള്ളതാണ് ശാസ്ത്രം. മറ്റേതൊരു നമ്പർ ഓഫ് ഇയേഴ്സ് യു ഹാവ് പാസ് ത്രൂ എന്നുള്ളതാണ് വരുന്നത്. അത് നമ്മുടെ അച്യുതാനന്ദൻ തന്നെ പറഞ്ഞ്, നരയ്ക്കുവതല്ലെൻ്റെ വാർദ്ധക്യം, നരയ്ക്കാതിരിക്കുവതല്ലെൻ്റെ യൗവനം എന്ന് ഭംഗിയായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. അദ്ദേഹം പ്രായാധിക്യമായി ഇനി വിരമിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അതിന് രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത മറുപടിയും സുപ്രസിദ്ധമാണ്. അമുൽ ബേബി എന്നാണ് പറഞ്ഞത്. അന്ന് അതുപോലെ ഇരുന്നെങ്കിലും ഇപ്പോൾ ആകെ അദ്ദേഹം ഒരു അമുൽ ബേബി എന്നുള്ള പദം പോലും അർഹിക്കാത്ത
ഒരു പദവിയിലേക്ക് എഴുതുന്നു. പലരും ഇപ്പോൾ അദ്ദേഹം ട്രോളിൽ കാണിക്കുന്ന 2 ചെമ്പരത്തി പൂ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ചിത്രമാണ്. കഷ്ടം എന്നേ പറയാം. നേതാവിന്റെ ചിത്രമൊക്കെ അത്രത്തില് അങ്ങനെ വരുമ്പോൾ വരിക എന്ന് പറയുമ്പോൾ അത്രയും വില കുറച്ച് തന്നെയാണ് എല്ലാവരും കാണുന്നത് എന്നുള്ളത് അദ്ദേഹവും മനസ്സിലാക്കേണ്ടതാണ്, ആക്കേണ്ടതാണ്. നോക്കൂ, ഇപ്പോൾ ബീഹാർ പിടിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഇത്രയും നാൾ എവിടെയായിരുന്നു? നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. തേജസ്വി യാദവ് ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയെന്ന് അയാൾ അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെ ഉത്തരവാദിത്തരഹിതമായിട്ടാണ് ഒരു കൂട്ടുകക്ഷിയോടൊപ്പം ഭരിക്കേണ്ടത്? ജൂനിയർ പാർട്ണറാണ്, ശരി. അതിൻ്റെ നാണക്കേട് കൊണ്ടായിരിക്കും അദ്ദേഹം പോകുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് തേജസ്വി യാദവിൻ്റെ RJDക്ക് തന്നെയാണ്. 2ാം സ്ഥാനമേ ഉള്ളൂ. ഒരു ജൂനിയർ പാർട്ണറായിട്ടിരിക്കുക എന്ന് പറയുന്ന നാണക്കേടുണ്ട്. ഇതുവരെ കോൺഗ്രസിന് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരിടത്തും ജൂനിയർ പാർട്ണറായിട്ടിരുന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു ഇതുവരെ അങ്ങനെ ഇരുന്നിട്ടില്ല, അത് നാണക്കേടുണ്ട്, ജൂനിയർ പാർട്ണർ ആയിട്ട് ഇരിക്കുമ്പോൾ നാണക്കേടുണ്ട് എന്നുള്ളത്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് പോലും ഈ പാർട്ടിയിലെ ഇത്തരത്തിലുള്ള നയങ്ങൾ തന്നെയാണല്ലോ. ഇദ്ദേഹം തന്നെയാണ്. ഒറ്റ ഉത്തരവേ ഉള്ളൂ, രാഹുൽ ഗാന്ധി. കേരളത്തിൽ കെ കരുണാകരൻ്റെ കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ല കെ കരുണാകരൻ, ആഭ്യന്തരമന്ത്രിയായിരുന്നു. അച്യുതമേനോനായിരുന്നു CPI-കാരൻ മുഖ്യമന്ത്രി. പക്ഷെ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നു അന്നും കോൺഗ്രസിനാണ് ഉണ്ടായിരുന്നത്. അച്യുതമേനോൻ അതായിരുന്നു ഏറ്റവും വിജയകരമായിട്ട് ഭരിച്ച ഗവൺമെൻറ്റും. പക്ഷേ കോൺഗ്രസിനായിരുന്നു ഭൂരിപക്ഷം. 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടുകൊണ്ടൊരു ഗവൺമെൻറ്റിനെ കുറിച്ച് ആലോചിക്കാനേ രാഹുൽ ഗാന്ധി ചിന്തിക്കുകയില്ല. അപ്പോൾ BJP ജയിക്കണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതുകൊണ്ടായിരിക്കണം ഇത്രയും നാളുകൾ അവിടെ തള്ളി നീക്കി. എന്നാൽ പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട്സിനോടൊപ്പമെങ്കിലും പോകാമല്ലോ എന്ന് വിചാരിച്ച് കാണും അദ്ദേഹം. എന്തിനാ നമ്മളിപ്പോൾ പോയാലും ആ സംസ്ഥാനം പിടിച്ചാലും കോൺഗ്രസ്സിന് കിട്ടാൻ പോകുന്നില്ല, എന്തിനാ വെറുതെ? അതുകൊണ്ടാണ് ജനങ്ങൾ ചോദിച്ചു ആരായിരിക്കും ഭാവി മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എല്ലാവരും പറഞ്ഞു തേജസ്വി യാദവ്. അവസാനം ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് പാർട്ടി ഭൂരിപക്ഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു മൂർത്തമായിട്ടൊരു പേര് പോലും അദ്ദേഹം പറഞ്ഞില്ല, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു പതനത്തിലാണിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. അപ്പോൾ SIRലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ SIR ഇപ്പോൾ 9 സംസ്ഥാനങ്ങളിലും അതുപോലെ 3 യൂണിയൻ ഭരണ പ്രദേശങ്ങളിലും ആയിട്ടാണ് നടക്കുന്നത്. ഇത് നടത്തുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് ശുദ്ധമാക്കണം, അപ്ഡേറ്റ് ചെയ്യണ്ടേ? നമ്മളിപ്പോൾ AC-യുടെ ഫിൽറ്റർ പോലും ആണെങ്കിൽ കുറച്ച് നാൾ പൊടി അടിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധമാക്കണം, അപ്ഡേറ്റ് ചെയ്യണം. മൊബൈലാണെങ്കിലും അത് അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഡേറ്റയുടെ കൂടുതലായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് മൊബൈൽ പ്രവർത്തിക്കാതാവും. എന്ന് പറയുന്നത് പോലെ പട്ടികയല്ല പ്രധാനം, അത് ലൈവായിരിക്കുക, അപ്ഡേറ്റ് ആയിരിക്കുക. അതിലൊരു കള്ളത്തരവുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും SIR കള്ളത്തരമാണെന്ന് KC വേണുഗോപാൽ ഒരു വശത്തോടെ പറയുന്നു, പവൻ ഖേര പറയുന്നു ഇത് തട്ടിപ്പ്. എന്ത് കള്ളത്തരമാണ് ഇതിപ്പോ? കള്ളത്തരം അവരുടെ കയ്യിലാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ എത്രയോ പേർക്കാണ് വ്യാജ ആധാറും എല്ലാ തിരിച്ചറിയൽ രേഖകളും ഒക്കെ ഉള്ളത്. ഇവരെല്ലാം വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഇവർ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അവരുടെ ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് ലോജിക്കായി ചിന്തിച്ചാൽ അത് തന്നെയല്ലേ സർ? ആ ഒരു ഭയം തന്നെയാണല്ലോ ഇവർ ഇതിനെ എതിർക്കുന്നതിനുള്ള കാരണം. കുടിയേറിയവരുടെയും നാട് വിട്ട് സംസ്ഥാനങ്ങളിൽ പോയി ജീവിക്കുന്നവരുടെ എല്ലാം പേരുകൾ അതിൽ നിന്ന് മാറ്റും. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മധുബാനി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രകാശൻ പുതിയട്ടി എന്ന് പറയുന്ന മാതൃഭൂമി ലേഖകൻ പോയി കൃത്യമായിട്ട് കേരളത്തിലേക്ക് പാലക്കാട്ടും മറ്റുമായിട്ട് കുടിയേറിയിരിക്കുന്ന ആൾക്കാരവിടെ ഉണ്ട്. അവരുടെ പേരുകൾ കൃത്യമായിട്ടും വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റിയല്ലേ പറ്റൂ. അവർക്ക് പാലക്കാട് വോട്ടിന് അപേക്ഷിക്കാം. അവിടെ ഇല്ലാത്ത ആളുകളുടെ പേര് അവിടെ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അവരുടെ പേരിൽ കള്ളത്തരത്തിൽ വേറെ ആളുകൾ വോട്ട് ചെയ്യും. അത് ജനാധിപത്യമാവുകയില്ല, വ്യാജാധിപത്യമായിരിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യത്തിൻ്റെ ആ മൂല്യവും വിലയും സത്യസന്ധതയും നിലനിർത്താൻ ഈ ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛനായ ജവഹർലാൽ നെഹ്റു കൂടി ഉൾപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇങ്ങനെ ഒരു വ്യവസ്ഥ കൂടി നമ്മുടെ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമത്തിൽ ചേർത്തത്. അതിപ്പോൾ ഈ മനുഷ്യൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടപ്പാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് വലിയ ഒരു ബോംബ് പൊട്ടിക്കേണ്ടതായിട്ടൊരു ആവശ്യം ഇത് നടന്നില്ലെങ്കിലാണ് ബോംബുകൾ പൊട്ടേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.